അങ്ങനെ ഫൈനലി ദമതെത്തിയപ്പോൾ ഇതേ നമ്മളെ ബോട്ടിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദമദൂന് ഈ ഏരിയ അടക്കം മൊത്തം മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ, പക്ഷേ വന്നിറങ്ങിയ സമയം ഭയങ്കര മഴയായിപ്പോയി. അതുകൊണ്ട് ലഗേജ് എല്ലാം കൊണ്ടുവച്ചിട്ട് എന്താ അവസ്ഥ നോക്കണം. പിന്നെ എന്താ പറയുക, കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്. വാലേക്കും അസ്സലാം. Let's go to your house. Yeah. My good friend. Again you going to Maharam. Yes. I told you anything. Yeah, I was just roaming. Like I asked. Let's go. Me too going to Mahara. I am also starting now Mahara. Come back. We can go diving. Come. Yeah, what's that? Good day. Let's go. Come. Yeah, I will. And go. Yeah. Okay. Who's back? I am back. Every all talking. All good though? Welcome back. Welcome back. Let's see. കുറച്ച് ആൾക്കാരെ കണ്ട്. പക്ഷെ ആദ്യം കാണാൻ പോകുന്ന ആളെന്ന് വെച്ചാൽ ഇവിടെ ഒരാളുണ്ട്, നമ്മൾ ആശാരി അത് ആദ്യം കാണാൻ പോകുന്നത്. ഉറങ്ങാടാ ഈ സമയത്താ? ആഹാ, ഞങ്ങളൊന്നും ഇവിടെ ഇല്ലാതായി കഴിയുമ്പോഴത്തേക്കും ഉറക്കമൊക്കെ തുടങ്ങിയല്ലേ ഈ സമയത്ത്. പിന്നെ നനച്ചിട്ടുള്ള മൊത്തം ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ആദ്യം കാണാൻ വന്നത് നിങ്ങളെ. എന്തിനാ എന്തുണ്ട് വിശേഷം? സുഖം. ഞാൻ ഇന്നിപ്പോ വന്നു, ഇപ്പൊ വൈകുന്നേരത്തെ ആട്ടിയിൽ വന്നത്. എന്താ പരിപാടി? ആരാ? നീ പറഞ്ഞു നീ ഞാൻ വരത്തില്ല. ഇത് ഫുട്ബോൾ കളിക്കാനുള്ള സാധനം ഉണ്ടല്ലോ ഇതിനകത്ത്. പിന്നല്ല, കിട്ടി സോൻസി ചേച്ചിനെ കിട്ടി. ഇതാണ് യഥാർത്ഥ കൊലം. വല്ല പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം. ക്യാമറ ഉള്ളത് തന്നെ ഉപദ്രവിക്കത്തില്ല. ആരോട് പറഞ്ഞു? എനിക്ക് അവളോട് പറയണമെന്നുണ്ട്. പിന്നെ അവർക്ക് അടിപൊളി മീൻകറി. അത് സോൻസി ചേച്ചി ചോറും കറിയും തരാന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചു. ഇതെന്താ ചേച്ചി? ബീഫല്ലേ? ബീഫ്, മീൻകറി, തോരൻ, പിന്നെ ഇതെന്താണ് മറ്റേ എന്താണ് മത്തങ്ങക്കറി? എന്റെ മോനെ, രണ്ടാളും കൂടി ഇത് ഒരു കല്യാണത്തിന് ഓരോ 3 മാസം കഴിച്ചേ ഇത്രയും. മീൻ വറുത്തതും കിട്ടി, സന്തോഷം. പൂർത്തിയായി, ഇനി ഒന്നും കിട്ടാൻ പാകില്ല. മതി. 2 ആഴ്ച ഉണ്ടാവും. ഞാനിപ്പോ വന്നോട്ടെ എന്നാ പോകുന്നതെന്ന് അറിഞ്ഞാലേ കാര്യമുള്ളൂ. എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്നിച്ച് അത് പറ്റത്തില്ല. അതവിടെ എന്താണ് വിശേഷം? സുഖമാണോ? എന്നാ ഒന്നും മിണ്ടാത്തേ? കൊറേ ദിവസമായാലും കണ്ടു പോവല്ലേ? ചായ വന്ന് ഏത് എങ്ങനെ പിടിക്കും? ഓക്കെ. ജിജോ ചേട്ടനും വന്നിട്ടുണ്ട്. പല്ലെന്ത് ചെയ്യുന്നില്ലേ? ആ കോളറും ആ പല്ലും കറക്റ്റാ. നിന്റത്. എനിക്ക് കോളർ ഇല്ല. പല്ലെത്തിയടാ? ആ ചെറുതാണ്. ഇപ്പോഴെല്ലാം ചോദിച്ചല്ലോ നീ. മമ്മി ഇവിടെ ഭയങ്കര കാര്യമാണ്. എന്നാ പിന്നെ ശരി, പോട്ടെ. ബൈ. ആളാകെ മാറി. പണിയെടുത്ത് കഷ്ടപ്പാടല്ലേ, ജീവിതം തന്നെ ഒരു കഷ്ടപ്പാടല്ലേ. എനിക്കറിയാം നീ ഇവിടെ വരുമെന്ന്. പറഞ്ഞല്ലേ ഞാൻ ഇതാ ഇപ്പൊ വന്ന വേറെ. അപ്പൊ ഇതാ വൈകുന്നേരമായി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതിപ്പോ റെഡി ആയിട്ട് ഇപ്പൊ നമ്മൾ പോകുന്നുണ്ട്. ഇതാ ഇന്ന് അമ്മലുണ്ട് കൂടെ.
അമലിനെ ഓർമ്മയില്ല, ആദ്യം നമ്മളൊരു ഫ്രീ ഡൈവ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ലക്ഷദ്വീപിൽ നിന്ന് 2 പേരുണ്ട്. ബോട്ട് പോകുന്നതിന് മുമ്പുള്ള പർച്ചേസ് ബ്രെഡും അമലിൻ്റെ പീനട്ട് ബട്ടറും. ഇവരാണ് ലക്ഷദ്വീപുകാർ. എനിക്ക് കാണുന്നില്ല. പേരെങ്ങനെ? പേര് പറ. ഫസി, സുഹൈൽ. നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള നിങ്ങൾ രണ്ടുപേരും കസിൻസാ? ആ, ഓക്കെ. കണ്ടങ്ങനെ സർപ്രൈസ് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു സർപ്രൈസ് തിരിച്ചു കിട്ടിയത്. അതായത് സോണിച്ചേട്ടൻ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ സോണിച്ചേട്ടൻ്റെ വൈഫും കൊച്ചിൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ ജനുവരി മാസം തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോൾ വരുമെന്ന് എനിക്കൊരു അറിയില്ലായിരുന്നു, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാൻ വന്നതിൻ്റെ 2ാം ദിവസം, ഇപ്പം ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി ഇവിടെ സ്റ്റേ ചെയ്യുന്നു. ഇപ്പോൾ 2ാമത്തെ ദിവസം അവർ തിരിച്ചിവിടെ ലാൻഡിലെത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ അഗൈൻ തിരിച്ച് ബോട്ടിലൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ തിരിച്ചിവിടെ ലാൻഡിൽ വന്ന സമയത്താണ് അറിഞ്ഞത് കുട്ടിയും പിള്ളേരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. അത് എനിക്കൊരു റിട്ടേൺ സർപ്രൈസ് ആയിപ്പോയി. അതെന്തായാലും ഈ ദവത് വന്നതിനുള്ളൊരു ബെസ്റ്റ് മൊമെൻ്റ് എന്നുള്ള കാര്യം തന്നെയാണ്. നീ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്യാമറ കൊണ്ടിറങ്ങി. പിന്നെ അല്ല, എന്താ പരിപാടി? നിങ്ങളാരാണ്? മുമ്പ് കണ്ടുപരിചയൊന്നുമില്ലല്ലോ ഇയാളെ. എന്ത് കോല ഇതല്ലേ? നാട്ടിൽ പോയി പുഷ്പ കൊടുക്കുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ വല്ലതും പറഞ്ഞേനെ. കൊള്ള ചേഞ്ച് ആയിട്ടുണ്ട്. പോലീസുകാർക്ക് എന്താ വീട്ടിൽ കാര്യം? പോലീസുകാർ പറഞ്ഞു സോണിച്ചേട്ടൻ, ദിവ്യ ചേച്ചി, കൊച്ച്. ഹായ് സുഖമാണോ? നിങ്ങളൊക്കെ ആരാ? പണ്ടേ പരിചയക്കാരൻ. നീ ആരാ? നിന്നെ എനിക്കറിയാം, പക്ഷെ നമ്മള് പിന്നിട്ട് പരിചയമില്ലെന്നേ ഉള്ളൂ. ഇവിടുത്തെ ഞങ്ങൾ നിന്നെ പെട്ടി കിടക്കൊക്കെ എടുത്ത് വിടിയിപ്പിച്ചതാ നാട്ടിലോട്ട്. അത് നീയാണല്ലേ? ഇറങ്ങി പോണതാണോ? ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. ഒരു 10 മിനിറ്റെങ്കിലും സംസാരിച്ചിട്ട് പോവാ. ഇവനേതായി മോത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പരിചയമുണ്ട് തന്നെ? എവിടെ നിന്ന് പരിചയം ഉണ്ട്? പരിചയമൊക്കെ ഉണ്ട്. നേരത്തെ വന്നപ്പോ എടുക്കാൻ പറ്റുമോ? അല്ല, ഇങ്ങനെ പിടിച്ചോ. ഇങ്ങനെ പിടിക്കാം. അതായിരിക്കും ഇവിടെ വെച്ചോ. ആ കൈ എടുത്തോ. ഈ കൈ എടുക്ക്. എന്നിട്ട് ഈ കൈ വെച്ച് തലയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. എന്നാ കലിപ്പ് നോട്ടമാണല്ലോ ചേട്ടാ. ചൂണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വാ, മുഖ്യമന്ത്രി പിടിക്കാൻ പോണ്ടേ? അതെ, പിന്നെ ഞങ്ങള് വലിയ ഫിഷ് ബിരിയാണി വെച്ച് കഴിച്ചിട്ടുണ്ട്. നന്ദി പറയാ, കൈ കൂപ്പി നന്ദി പറയുക അല്ലേ? നമ്മള് ഗ്രൂപ്പറിനൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ വിട്ടിട്ട് പൊരിച്ചടിച്ചിട്ടുണ്ട്. ബ്ലോഗർ നികിത ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് നികിതാജിയുടെ വീട്ടിലാണ് നമുക്ക് എന്റെ വെറുതെ വിടൂല അല്ലേ? ഓരോന്ന് മാറി ഇതുവരെ കഴിഞ്ഞില്ല. താങ്ക് യു മതി. സ്വന്തം വീഡിയോ എടുത്ത് എഴുതുന്നില്ലേ? സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നത് സ്വന്തം. പക്ഷെ എന്താ പറയുക, കളറില്ല. ഒന്നും കളറില്ല. ഇവിടെ ലൈറ്റിങ് പോലെ കിച്ചന്റെ ലൈറ്റിംഗ് ഒക്കെ മാറ്റുന്നത്. ബ്ലോഗറിന്റെ പിന്നെ റൂമിൽ ഇരിക്കുവോ കണ്ടാ? കാരണം ഇനിയോട്ട് ഓർമ്മ തത്വ ഇനി അത് അവിടെ ഉണ്ട്. അതിന്റെ സ്വിച്ച് പോലെ അവിടെ ചുമ്മാ പറഞ്ഞ ലൈറ്റ് ഒക്കെ ഉണ്ട്. വേണ്ട, ഒന്നും വേണ്ട. എന്താണ് അങ്ങനെയാണെങ്കിൽ പിന്നെ 2 പഴംപൊരിയും തട്ടുകട. നീ എന്നെ കഴിപ്പിക്കാതെ കൊറേ കാലത്തെ ആഗ്രഹമായിരുന്നു ജോസിനെ വിളിച്ച് ഇത്തിരി ചോറ് തരണം, ഒരു നേരത്തെ ആഹാരം തരണം.
അമ്മ നന്ദിയുണ്ട്, താങ്ക് യു. വെൽക്കം നികിത ചേച്ചി ചാനലിന്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞുതരാം എന്നാല് വേണ്ട പറയേ. നികിത ചേച്ചിക്ക് ഒരു ചാനലും കൂടി ഉണ്ട് കേട്ടോ. എന്താണ് ലൈഫ് വേഴ്സസ് റിയാലിറ്റി. ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാ, കണ്ടു നോക്കിട്ടോ. മോളെ ലിങ്ക് കണ്ടില്ല. ഞാൻ സർപ്രൈസിങ് വീഡിയോ ഇവിടെ തീരുകയാണ്. ഞാൻ ഇതാ അവസാനം കറങ്ങിത്തിരിഞ്ഞ് ആശാന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ 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 ബൈ.